അപ്പോൾ കുട്ടികളെ നമ്മൾ ബാബാ ഭാരതിൻ്റെ കഥ തുടരാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൊള്ളക്കാരനായ കാളന് വല്ലാത്തൊരു ആഗ്രഹം വന്നു തുടങ്ങി. കാളനിനി അതിനെ കിട്ടിയിട്ടേ പോകുള്ളൂ. അതാണ് ഇനി അടുത്തത് പറയാൻ പോവാ. ബാബാ ഭാരതിനെ പൂച്ച ബാബാ ഭാരതി എന്താ ചോദിച്ചു, കാലൻ ക്യാ ഹാൽ ഹെ, കാല എന്തൊക്കെ അവസ്ഥ, എന്തൊക്കെ ഉണ്ട്? കാലനെ സർ ജുക്കാക്കർ ജവാബ് ദിയ. കാലൻ സർ തല ജുക്കാക്കർ കുനിച്ചിട്ട് ജവാബ് ദിയ, മറുപടി നൽകി. തലൊക്കെ കുനിച്ച് നല്ല ഭവ്യതയോടെ, ആപ്കി മെഹർബാനി ഹെ, ഓ അങ്ങയുടെ കാരുണ്യം കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു, അങ്ങയുടെ കാരുണ്യമാകുന്നു പറഞ്ഞാൽ അങ്ങയുടെ ദയ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പോകുന്നു. കഹോ പറ, ഇതർ കൈസയാകെ, ഇവിടെ ഇങ്ങനെ വന്നു. സുൽത്താൻ കി ഷുഹറത്ത് കീഞ്ചലായി ഹെ, അങ്ങയുടെ സുൽത്താൻ്റെ ഷുഹറത്ത് പ്രസിദ്ധി ഉണ്ടല്ലോ, കീഞ്ചലായി ഹെ, വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ നിങ്ങളുടെ കുതിരനെ പറ്റി ഇങ്ങനെ കേൾക്കുകയാണ്, നിങ്ങളെ സുൽത്താനെ പറ്റി ഇങ്ങനെ കേട്ടിട്ട് എനിക്കങ്ങോട്ട് നിൽക്കാൻ വയ്യ, എൻ്റെ ഹൃദയത്തെ അങ്ങോട്ട് വലിച്ചു മാറ്റിയെന്നറിയാം. അപ്പം അജീബ് ജാൻവർ ഹെ, അതെ അത്ഭുതകരമായൊരു ജീവിയാകുന്നു, ഒരു മൃഗമാണ് എൻ്റെ അൻവർ. ഖുഷ് ഹോ ജാവോगे, ഭയങ്കര സന്തോഷമാകും. ഖുഷ് ഹോ ജാവോगे, സന്തോഷമാക്കപ്പെടുന്ന പറഞ്ഞാൽ വളരെ സന്തോഷമാകും. മൈനെ ബഡി താരീഫ് സുനി ഹെ, ഞാനുണ്ടല്ലോ ബഡി വലിയ പ്രശംസകളൊക്കെ സുനി ഹെ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതെയോ ഉസ്കി ചാൽ, അതിൻ്റെ നടത്തവും ചലനങ്ങളൊക്കെ ഉണ്ടല്ലോ, തുമാരാ ദിൽ, നിൻ്റെ ഹൃദയത്തെ മോലേങ്കി എന്താകും, വശീകരിക്കും, മയക്കും. നോക്കിക്കുക, അത്രക്ക് ഉഷാറാണ് എൻ്റെ കുതിര. കഥേ പറയുന്നുണ്ട്, ഷെക്കിൽ ബി ബഡി ഖൂബ്സൂറത്ത് ഹെ, അതിൻ്റെ രൂപവും വളരെ ഭംഗിയാണെന്ന് പറയുന്നുണ്ടല്ലോ ബാബ, പറയുന്നുണ്ടല്ലോ. ക്യാ കഹനെ, എത്ര പറയണം, ക്യാ കഹനെ എന്ത് പറയണം. ജോ ഉസ്സെ ഏക് ദഫഅ ദേഖ് ലേതാ ഹെ, ജോ ഉസ്സെ അതിനെ എങ്ങാനും ആരെങ്കിലും ഏക് ദഫഅ ഒരു പ്രാവശ്യം ദേഖ് ലേതാ ഹെ നോട്ടമിടുകയാണെങ്കിൽ, ഉസ്കെ ദിൽ പർ അയാളുടെ ഹൃദയത്തിൽ, ഉസ്കി സൂറത്ത് എൻ്റെ സുൽത്താൻ്റെ രൂപമുണ്ടല്ലോ, നഖ്ഷ് ഹോ ജാത്തി ഹെ, ഇങ്ങനെ കൊത്തിവെക്കപ്പെടുന്നു. കാരണം ഒരു പ്രാവശ്യം എൻ്റെ സുൽത്താൻ്റെ കണ്ടാൽ മതി നിങ്ങൾ, പിന്നെ നിങ്ങൾക്ക് അത് മതി. ഓ മുദ്ദസേ തറസ് രഹാത്ത്, കാലങ്ങളോളായിട്ട് തറസ് രഹാത്ത് എങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആജ് ഹാജിർ ഹുവാഹു, ഇന്ന് ഞാനിവിടെ ഹാജിറായിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ബാബ ഓർ കാലൻ ദോനോൻ ഇസ്തബൽ മേ പഹുഞ്ച്, ബാബയും കാലനും രണ്ടുപേരും കുതിരാലയത്തിൽ എത്തിച്ചേർന്നു. ഇസ്തബൽ എന്ന് പറഞ്ഞാൽ കുതിരാലയം, ആല എന്നൊക്കെ പറയട്ടോ, കുതിരാലയത്തിൽ എത്തിച്ചേർന്നു. ബാബാനെ ബട്ടേ ഗുറൂർ സെ ഗോട്ടാ ദിഖായ, ബാബയുണ്ടല്ലോ വളരെ പൊങ്ങച്ചത്തോടെയും അഹങ്കാരത്തോടെയും ഘോട തൻ്റെ കുതിരനെ, തൻ്റെ സുൽത്താനെ ദിഖായ കാണിച്ചു. കണ്ടോ കണ്ടോ കണ്ടോ. കാലനെ ഹൈററ്റ് സെ ഗോഡേക്കോ, കാലൻ വളരെ അത്ഭുതത്തോടെ ഗോഡേക്കോ, ഗോഡയെ ദേക്കാ നോക്കി. ഉസ്നെ ഹസാറോ ഗോഡയെ ദേക്കേത്തെ, അവൻ ആയിരക്കണക്കിന് കുതിരകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഐസാ ബാങ്കാ ഗോട്ട, എങ്കിലും ഐസ ഇങ്ങനെയുള്ള ബാങ്കാ ഗോട്ട, വിചിത്രമായ ഒരു കുതിരയെ ഉസ്കി നിഗാൽസെ, അവൻ്റെ കാഴ്ചയിലൂടെ, അതായത് കാഴ്ചയിലൂടെ ആച്ചിത്തക്ക് ഇന്ന് വരെ എന്നെ ഗുജറാത്ത കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. എന്താ അത്രത്തോളം ഭയങ്കര ഭംഗി, പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ. ബാബയുടെ സുൽത്താൻ്റെ മൊഞ്ചൊന്ന് മൊഞ്ചാണ്. സോച്ചിനെ ലഗ, ചിന്തിക്കാൻ തുടങ്ങി. കിസ്മത്ത് കി ബാത്ത് ഹെ, വിധിയുടെ ഓരോ കാര്യങ്ങളെ. ഐസാ ഗോഡ, ഇങ്ങനെയുള്ള ഒരു കുതിര മേരെ പാസ് ഹോന ചാഹിയേത്ത, എൻ്റെ അടുത്ത് ഉണ്ടാവണമായിരുന്നു. ഇസ് ഫക്കീർക്കോ, ഈ ദരിദ്രവാസിക്ക് ഐസി ചീസോസ് ക്യാ നിസ്ബത്ത്, ഇങ്ങനെയുള്ള ഒരു വസ്തുവിനോട് എന്ത് സംബന്ധമാണ് ഈ മനുഷ്യനെ എനിക്ക് തന്നൂടെ. ഉസ്കി ചാൽ, അതിൻ്റെ ആ ചലനങ്ങളൊക്കെ ദേഖകർ കണ്ടിട്ട് കാലൻ കെ സീനെ പർ, കാലൻ്റെ നെഞ്ചിൽ സാമ്പ് ലോട്ട് ഗയാ, ഒരു കുതിര അല്ല ഒരു സർപ്പം ഇങ്ങനെ മടങ്ങിപ്പോയ പോലെ, പെട്ടെന്നൊരു സർപ്പം പോയ പോലെ. വോട്ട് ആക്കൂത്ത, എന്നാലും കാലം വളരെ കൊള്ളക്കാരനായിരുന്നു. ഉസ്കെ പാസ് താക്കത്തി, അവൻ്റെ അടുക്കൽ എന്തുണ്ട്, ശക്തിയും കഴിവൊക്കെ ഉണ്ടായിരുന്നു. ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബാബാ സാഹിബ് ഉസ് ഗോഡേക്കോത്തോ, ഈ കുതിരയാകുകയാണെങ്കിൽ മേരെ പാസ് ഹോന ചാഹിയേത്ത, എൻ്റെ അടുത്ത് ആവണമായിരുന്നു.
യേ കഹ്കർ വോ ചലാ ഗയ. ഇതും പറഞ്ഞിട്ട് ഈ ഒരു സ്പാർക്ക് ഇട്ടുകൊണ്ട് അവനെന്തായി, വോ ചലാ ഗയ, അവനങ്ങ് പോയി. പടച്ച തമ്പുരാനെ, ബാബാ ഹൗസദാ ഹോ ഗയെ. ബാബ പേടിച്ചവനായി. ഹൗസദ പറഞ്ഞാൽ പേടിച്ച, ഭയന്ന, അങ്ങനെയൊക്കെ പറയട്ടോ. ബാബ പേടിച്ചവനായി മക്കളെ. അബ് ഉനെ, പിന്നെ ഉനെ അദ്ദേഹത്തിന് രാത്കോ നീന്തിന് അതീതി, രാത്രിയിലൊന്നും ഉറക്കു വന്നില്ലായിരുന്നു. സാരി രാത്രി, ഓരോ രാത്രിയും ഇസ്തബൽക്കി ആ കുതിരാലയത്തിൻ്റെ ഖബർഗീരി, മേൽനോട്ടം, സംരക്ഷണത്തിൽ കാട്ട്നെ ലഗി, മുറിവ് വന്നു തുടങ്ങി. അതായത് കുറേ രാത്രികളായി, ഇപ്പോഴൊന്നും വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ ശ്രദ്ധകൾ കുറഞ്ഞു വന്നു. ഹർ വക്ത്, എല്ലാ സമയവും കാലൻ കാ ഖത്ര, അപായം, കാലൻ്റെ ഒരു പേടി, ലഗാരഹാത്ത്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവന് വരോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഗർ പക്ഷേ ഈനെ ഒരുപാട് മാസങ്ങൾ ഗുസർഗയെ കടന്നുപോയി. വോനെ ആയ, അവൻ വന്നില്ല. യഹാത്തക്ക്, അങ്ങനെ ഇവിടം വരെ എത്തി. കെ എന്തെന്നാൽ യഹാത്തക്ക്, ഇവിടം വരെ, അതായത് ഇവിടം വരെ എത്തി. കെ എന്തെന്നാൽ ബാബാ ഭാരതി, നമ്മളെ ബാബാ ഭാരതി കിസി ഹദ്ദക്ക്, ഏതോ ഒരു പരിധി വരെ എന്തായി, ബേപർവാ ഹോഗയെ, അശ്രദ്ധനായി. പർവ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, പരിഗണന നോക്കാണ്. ബേപർവാ ഹോഗയെ എന്ന് പറഞ്ഞാൽ അശ്രദ്ധനായി. എങ്ങനെ, ശാം കാ വക്ത് താ, ഒരു വൈകുന്നേര സമയമായിരുന്നു. നമ്മളെ ബാബാ ഭാരതി സുൽത്താൻ കി പേട്ട് പർ, തൻ്റെ സുൽത്താൻ എന്ന് പറയുന്ന കുതിരയുടെ പുറത്തേറി സവാർ ഹോക്കർ യാത്ര ചെയ്ത് സേർ ഖോ ജാ രഹി ഹേ, ഒരു യാത്രയ്ക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുക, സഞ്ചരിച്ച്, അങ്ങനെ പറഞ്ഞത്. സവാറും സേർക്കർണന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ് ഇവിടെ. അതിൻ്റെ പുറത്ത് സവാർ ഹോക്കർ, സഞ്ചരിച്ച്, സേർക്കോ, അതായത് യാത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? സവാരി ചെയ്തുകൊണ്ട് യാത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏക്ക് പെടുന്നനെ, അല്ലെങ്കിൽ യാദൃശികമായി ഏക് തറഫ് സെ, ഒരു ഭാഗത്ത് നിന്ന് ആവാസ് ആയി, ഒരു ശബ്ദം വന്നു. ഓർ ബാബാ ജറാ ഏക് മുഹ്താജ് കി ബാത്ത് സുൻതേ ജാവോ, അല്പം ഒരു ആവശ്യക്കാരൻ്റെ സംസാരവും കാര്യങ്ങളും സുൻതേ ജാവോ, കേട്ടിട്ട് പോകൂ. ഞാൻ ഇവിടെ കുറേ നേരം ഒച്ച ഉണ്ടാക്കുന്നു, ഒന്ന് കേട്ടിട്ട് പോകൂ. ആവാസ് മേ രിക്കത്തി, ആ ശബ്ദത്തിൽ വളരെ ആർദ്രത, വളരെ അലിവുണ്ടായിരുന്നു. അതായത് ആര് കേട്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന രീതിയിലായിരുന്നു. ബാബാനെ ഘോട്ടാ റോക്ക് ലിയ, ബാബ എന്തായി, പെട്ടെന്ന് തന്നെ കുതിരയെ അങ്ങോട്ട് നിർത്തി. ദേക്കാത്തോ, കണ്ടപ്പോൾ ഏക് അപാഹിജ് ദറഖ്ത് കെ സായേ തലേ, ഒരു വികലാംഗൻ ദറഖ്ത് കെ സായേ, മരത്തിൻ്റെ തണലിനു താഴെ, തലേന്നറ താഴെ കേട്ടോ, ഒരു മരത്തിനു താഴെ പട ഇരുന്ന് ഖറാരഹാത്ത, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സഹായത്തിനും വേണ്ടി ഇങ്ങനെ കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബാ ഭാരതി കാതിൽ, ബാബാ ഭാരതിയുടെ ഹൃദയത്തിൽ പസീജ് ഗയ, വളരെ ദയ തോന്നി. ബോലെ പറഞ്ഞു, ക്യൂ, എന്തേ, തുമേ ക്യാ തക്ലീഫേ, നിങ്ങൾക്ക് എന്ത് പ്രയാസമാണ്? ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടെ പറയാണ്. അസ്സലാമു അലൈക്കും.